നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ. എല്ലാവർക്കും ഷാവിഷൻ്റെ അഭിനന്ദനങ്ങളും ആശംസകളും. കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനത്തും സംസ്ഥാനത്ത് വെളിയിലും ഇടക്കാല തെരഞ്ഞെടുപ്പോടും മഹാരാഷ്ട്ര, ജാർഖണ്ഡിലൊക്കെ പൊതു തെരഞ്ഞെടുപ്പ് നടന്നു. അതിൽ ഈ മുസ്ലിം സമുദായത്തോട് പറയാനുള്ളത് രണ്ട് കാര്യം. മഹാരാഷ്ട്രയിൽ മുസ്ലിം സമുദായത്തിൻ്റെ ഒരു കാദിഖുലാത്ത് എന്ന ഒരു നേതാവ് BJP വോട്ട് ചെയ്തതെന്ന് പറയാം. BJP വോട്ട് ചെയ്യുന്നവരെ ഭ്രഷ്ട് കൽപ്പിക്കും എന്ന് പറഞ്ഞത് അതൊരു ന്യായമായ കീഴ്വഴക്കമല്ല. കാരണം BJP എന്നുള്ളത് രജിസ്റ്റേർഡ് പാർട്ടിയാണ്, ഇന്ത്യ ഭരിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ബഹുമാന്യമൊക്കെ കൊടുക്കണം. ആവശ്യമുള്ള പ്രശ്നങ്ങളുണ്ടാക്കി സമുദായം നിങ്ങൾ തമ്മിൽ അകൽച്ച ഉണ്ടാക്കുന്ന ബുദ്ധിയല്ല. അത് അദ്ദേഹം ഇപ്പം മാപ്പും പറഞ്ഞു. എന്ത് ചെയ്തിട്ടും മാപ്പ് പറയാന്നുള്ളൊരു ന്യായം കീഴ്വഴക്കമല്ല. അത് പരമാവധി ആ മാപ്പും സോറിയൊക്കെ ഒഴിവാക്കാൻ നോക്കണം. കാരണം ആ സാഹചര്യം ഉണ്ടാക്കരുത്, ഉണ്ടായപ്പോഴും ചെയ്യണം. അതിൽ UP 90% മുസ്ലിങ്ങൾ വാർഡിൽ ഈ വീഡിയോയെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ലജ്ജ തോന്നുന്നു. കാരണം ഞാൻ ആ സമുദായത്തിൽപ്പെട്ടാൽ പോലുമാണ്. 11 സ്ഥാനാർത്ഥികൾ മുസ്ലിങ്ങൾ, ഒരു നോൺ മുസ്ലിം BJP. എന്നിട്ട് അയാളവിടെ നല്ല ഭൂരിപക്ഷം ജയിച്ചു. എൻ്റെ വിഡ്ഢി കോമ്പരങ്ങളെ, ബുദ്ധിശൂന്യരെ പറയാതിരിക്കാൻ പറ്റില്ല. അതാണ് ഇന്ത്യയുടെ ഇന്നത്തെ സാഹചര്യം. എന്താണ് അത് മനസ്സിലാക്കിയിട്ട് സ്വയം ഒതുങ്ങി സമുദായം നിലനിൽക്കാൻ വേണ്ടി സാഹചര്യം ഒരുക്കണ്ടേ? ഒരു വശത്തുകൂടി അന്യായമായ രീതിയിൽ ഈ സമുദായത്തെ നശിപ്പിക്കുക, ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതും ഭരണകൂട ഭീകരത പോലെ ഭരണകൂടങ്ങളിൽ നിന്ന്. മറ്റു വശം നിങ്ങൾ സ്വയം നശിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു. ഇതൊക്കെ ഒരു ബുദ്ധിയുള്ള പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതല്ല. നിങ്ങളൊക്കെ ഉപദേശിക്കാൻ ആരുമില്ലേ ഈ നാട്ടിൽ? ഞാൻ പറഞ്ഞ ഉള്ളാടൻ പെരിച്ചാഴി സ്വത്ത്, പെരിച്ചാഴി നമ്മുടെ പാടത്തെ നെൽമണികൾ ശേഖരിച്ചു വയ്ക്കും. അവസരം ഉള്ളാടൻ വരുമ്പോഴേ നെൽമണിയും കൊണ്ടും എലിയും തിന്നുന്ന പോലെ സാഹചര്യം എവിടെ എത്തി? ഇനി ഓരോരോ വിഷയങ്ങൾ സുപ്രീം കോടതി തന്നെ അവർക്കൊക്കെ തെറ്റുപറ്റിയ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ 1991 കോൺഗ്രസ് ഗവൺമെൻറ് ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ട്. എന്താണത്? 47 ഓഗസ്റ്റ് 15 ഏത് സ്ഥാപനങ്ങൾ എവിടെയെല്ലാം മതപരമായ ആരാധന ഉണ്ടോ അതങ്ങനെ നിലനിൽക്കണം, എക്സെപ്റ്റ് ബാബരി മസ്ജിദ്. അതൊന്നും കേസുണ്ട്. അതുകൊണ്ട് പക്ഷെ ആ നിയമം പരിഗണിക്കേണ്ട, അത് മാറ്റിവെക്കാമെന്ന് ചന്ദ്രചൂഡ് അവർ പറഞ്ഞുകൊണ്ടല്ലേ അദ്ദേഹം ഇറങ്ങിപ്പോയത്. അതല്ല ഇപ്പം നടക്കുന്നത്. 100, 150, 500, 600, 1000 വർഷം പഴക്കമുള്ള സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ പള്ളികളൊക്കെ കുഴിച്ചു നോക്കിയാൽ എന്താ പറയുക രാജ്യത്തിൻ്റെത്? ഇതൊക്കെ കാരണം നമ്മൾ ഇലക്ഷനിലേക്ക് തന്നെ വരെ ആദ്യമായിട്ട് നമ്മുടെ ചേലക്കരയിൽ രമ്യ ഹരിദാസിനെ കുറിച്ച് ഞങ്ങൾ പല പ്രാവശ്യം പറഞ്ഞു. ഒരു ചക്ക ഇട്ട് മൊയിൽ എത്തുപോലെ എല്ലാ ചക്ക ഇട്ട മൊയിൽ ചാവില്ല. ഒരു പ്രാവശ്യം എങ്ങനെയോ ചാൻസ് കിട്ടി അവൻ ജയിച്ചു പോകുന്നു. അത് അവരെ മഹത്വം കൊണ്ടൊന്നുമല്ല, അത് ആ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് ആ എന്ന് പോകുന്നതാണ്. അതൊരു മിസ്യൂസ് ചെയ്തു. പോട്ടെ, അത് ക്ഷമിക്കാം. അവസാനം കോൺഗ്രസ് നിന്നുകൊണ്ട് ന്യൂനപക്ഷങ്ങളിലെ ശക്തമായി പിന്തുണയോട് ജയിക്കേണ്ട രമ്യ സംഘപരിവാറിന് കീഴിൽ പോകുന്ന സ്കറിയയ്ക്ക് വേണ്ടി കെട്ടിപ്പിടിക്കൽ നിന്ന് ഫോട്ടോ എടുത്ത് അവർക്ക് വേണ്ടി വാദിക്കുന്നു. ഇവിടെ കോൺഗ്രസ്സുകാരും ലീഗുകാരും രമ്യയൊക്കെ മനസ്സിലാക്കിയിട്ട് കാര്യമുണ്ട്. നിങ്ങൾക്കും എനിക്കൊക്കെ കമ്മ്യൂണിസ്റ്റ് വിരോധം കാണാം, പിണറായി വിജയനുള്ള എതിർപ്പും കാണാം, ഒക്കെ ശരിയാണ്. പക്ഷെ തൊട്ടേനും പിടിച്ചതിനും പിണറായി വിജയൻ ആരും എതിർ പറഞ്ഞാൽ അവരെ സപ്പോർട്ട് ചെയ്യൽ അല്ല രീതി, അല്ല ന്യായം കൊണ്ട് നോക്കണം. എന്ത് കേസ് പോലീസ് പിണറായി സർക്കാർ അദ്ദേഹത്തിനെതിരെ ഒരു നടപടി എടുക്കുന്നുള്ളത് പരാതി പോലെ അൻവർക്ക് സമരം ചെയ്യണത്. ആ സ്ഥാനത്ത് അവിടെ നിന്നുകൊണ്ട് പിണറായിക്കെതിരെ പറഞ്ഞതിൻ്റെ പേരിൽ ആനുകൂല്യം കൊടുക്കും. അപ്പോൾ അവിടേക്ക് അർത്ഥം അത് സഭ കെട്ടിയിറക്കിക്കൊണ്ട സ്ഥാനാർത്ഥിയാണ്, ഡൽഹിയിൽ നിന്ന് വന്ന സ്ഥാനാർത്ഥിയാണ്, KPCC നിർണയത്തിലൊന്നുമല്ല.
അങ്ങനെ വന്ന് സ്ഥാനാർത്ഥി വന്നപ്പോൾ KPCC സപ്പോർട്ട് ചെയ്തു. ഇപ്പം ഏതെങ്കിലും വൈകിയ വേളയിൽ അവർക്ക് കാര്യം മനസ്സിലായി. ഇങ്ങനെ ഞാൻ സക്കറിയ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന പേരിലാണ് എനിക്ക് ക്ഷീണം പറ്റിയത് അവർ മനസ്സിലാക്കി. അതും ആത്മാർത്ഥമായിട്ടാണെന്ന് തോന്നുന്നില്ല. കാരണം അതുകൊണ്ടാണോ എന്ന് സംശയമാണ് ഇപ്പോഴും അവർക്ക്. അതുകൊണ്ടാണെന്നല്ല, അതറിയാല്ല. അവർ ചെയ്തപ്പോഴും അവർക്കെതിരെ മറ്റേ യൂട്യൂബിൽ വന്നതറിയോ 10,000 ഡിസ്ലൈക്ക് വന്നത്. 10,000 ഡിസ്ലൈക്ക് വന്നാൽ ഒരു ഡിസ്ലൈക്കിന് 10 വോട്ട് കണക്കായി 1,00,000 വോട്ട് മാറൂലേ? 1.5 ലക്ഷം വോട്ട് ജയിച്ച ഒരു സ്ഥാനാർത്ഥി ഒരു സ്ഥാനാർത്ഥി കഴിഞ്ഞ നിന്നപ്പോൾ എത്രയോ വോട്ടിനാണ് ആ വോട്ട് കളഞ്ഞു വിളിച്ചില്ലേ? അപ്പം അതുകൊണ്ട് രമ്യ പോലെയുള്ളവർ മനസ്സിലാക്കണം, രമ്യ സ്ഥാനാർത്ഥിയാക്കുന്ന കോൺഗ്രസ്സുകാർ മനസ്സിലാക്കണം അടിയൊഴുക്കുകൾ. അതാണ് സംഭവം. പിന്നെ മഹാരാഷ്ട്രയിൽ ഒരു കാര്യം പറയാം, പെണിങ്ങിയാലും സോണിയാഗാന്ധി കുടുംബം നയിക്കുന്ന ഈ കത്തോലിക്ക കോൺഗ്രസിനെ കൊണ്ടോ അല്ലെങ്കിൽ കുഴിയിലേക്ക് ഇറങ്ങിപ്പോന്നിരിക്കുന്ന വയോധികനായ ശരത് പവാറിനെ കൊണ്ടോ ഇനിയൊരു മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കില്ല. കാരണം ശരത് പവാറൊക്കെ ചെയ്യുന്നത് ഷീല ദീക്ഷിത് ചെയ്തതുപോലെ BJPക്ക് ഭരണം ഏൽപ്പിച്ചിട്ട് ഭൂമുഖത്ത് പോകാന്നുള്ളതാണ്. അദ്ദേഹം ഫീൽഡിൽ നിന്ന് മാറി നിൽക്കേണ്ട സമയം കഴിഞ്ഞിട്ട് എത്ര കൊല്ലം, എത്ര വർഷമായി അതൊക്കെ പറഞ്ഞ് അടുത്ത തലമുറ അല്ലെങ്കിൽ ഏൽപ്പിച്ചിട്ട് മാറിയിരിക്കേണ്ട സമയം കഴിഞ്ഞില്ലേ? 10 വർഷങ്ങളായി കാണും. ഇപ്പോഴും വരുമ്പോൾ ഞാൻ മാറുമെന്ന് പറയും. അവസാനം ജനങ്ങളെല്ലാം കൂടി അയ്യോ പോലെ ചേട്ടാ പറയുമ്പോൾ ഏൽപ്പിക്കും. അത് കിട്ടിയോ? കാരണം എന്തുകൊണ്ടാണ് ഈ സോണിയ ഗോൺക്ക് സാധിക്കില്ല എന്ന് പറയാൻ കാരണം ഞാൻ പല പ്രാവശ്യം പറഞ്ഞാണ്, 543 സീറ്റുള്ള ഇന്ത്യൻ പാർലമെന്റിലേക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ സാധ്യതയുള്ള പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയും പിന്നെ ഇപ്പം പ്രിയങ്കയും മുസ്ലിം ലീഗിന് കുത്തകകളിലെ കാരണം വയനാട്ടിൽ നിന്ന് ജയിപ്പിച്ചപ്പോഴേ അവിടെ നിങ്ങൾ അർമാദിച്ചില്ലേ? ഞാൻ വീണ്ടും പറയുകയാണ്, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലല്ലോ. നിങ്ങൾ അവിടെ കൊണ്ടുവന്നില്ല, കുഞ്ഞാക്കാട് ഭാര്യ വീട്ടിൽ പോയി പ്രിയങ്ക ഗാന്ധി പോയി സ്വീകരിച്ചു, കെട്ടിപ്പിടിച്ചൊക്കെ ശരി, അതൊക്കെ നല്ലത് തന്നെ. പക്ഷെ ഇതെല്ലാം 1,10,000 ഇരട്ടിയായിട്ടാണ് വടക്കേ ഇന്ത്യയിൽ പോയി മഹാരാഷ്ട്രയിൽ. കാരണം പറയുന്നത്, കാരണം ഒരു കാര്യം മനസ്സിലാക്കണം, എന്തുകൊണ്ടാണ് ഈ കത്തോലിക്ക കോൺഗ്രസ് രാഹുൽ ഗാന്ധി ഇന്ത്യക്ക് ഭയം പിടിച്ചെടുക്കാൻ പറ്റില്ല പറയാൻ കാരണം അവർ ചെയ്ത് തെറ്റാണ്. 541 സീറ്റുള്ളടുത്ത് വയനാട് മത്സരിച്ചു, അത് തന്നെ 100% തെറ്റ്. മറ്റൊന്ന്, എങ്ങനെയാണ് രാഷ്ട്രീയം ജയിക്കേണ്ടത്? എന്താണ് രാഷ്ട്രീയം അതറിയാവോ? ഒരിക്കലും ഒരു ആൾക്കൂട്ടം അല്ല രാഷ്ട്രീയം എന്ന് പറയുന്നത്. ആൾക്കൂട്ടം ഒരിക്കലും വോട്ടായ ചരിത്രമില്ല. വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുക, പിന്നെ അവരെ വോട്ട് ചെയ്യിക്കുക, വോട്ട് എണ്ണി ഫലം പ്രഖ്യാപിക്കുന്നതിനും എൻ്റെ ബ്രോത്ത് ഏജൻറ്റ് കാത്തിരിക്കുക, അതിൻ്റെ പുറകിൽ നിന്ന് ശ്രദ്ധിക്കുക. ഇങ്ങനെ ചെയ്യണം. ഒരു പേജിന് ഒരാളും പിന്നെ ഒരു 12 അസിസ്റ്റന്റിനെയാണ് BJP വെച്ചിരിക്കുന്നത്. അതുപോലെ ഈ കോൺഗ്രസ് ചെയ്യുന്നുണ്ടോ? കോൺഗ്രസ് ചെയ്തൊരു മണ്ടത്തരം എന്നറിയോ? നേമത്ത് 10% താഴെ വോട്ട് കിട്ടിയ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരേ ഒരു സീറ്റ് 47 പോലും ഇങ്ങോട്ട് എടുത്താൽ 10% താഴെ വോട്ട് കിട്ടിയ ഒരേ ഒരു സീറ്റ് നിയമം മാത്രമേ ഉള്ളൂ. എന്തു പറ്റി കോൺഗ്രസിന്? കോൺഗ്രസ് വോട്ട് വിറ്റു, ബൂത്തിരിക്കാൻ പോലും ആണ്ടയില്ല, വോട്ട് മുഴുവൻ രാജപാലനം ചെയ്ത്. ആ ഒരു കാര്യം മനസ്സിലാക്കണം. ഉമ്മൻചാണ്ടി സാർ മരിച്ചോയില്ലോ, ഉമ്മൻചാണ്ടി സാറിന് അനുയായികൾ മനസ്സിലാക്കണം. അതിനുശേഷം നിങ്ങൾ കേരള മന്ത്രിസഭയിൽ വന്നിട്ടില്ല. നേമത്ത് BJPക്ക് വോട്ട് വിറ്റ് കോടികൾ വാങ്ങിച്ചതിൻ്റെ ഫലമായിട്ട് അതിനുശേഷം നിങ്ങൾ കേരളത്തിൽ അധികാരത്തിൽ വന്നിട്ടില്ല. ടൈം എത്ര കഴിഞ്ഞു മനസ്സിലാകുമല്ലോ. ഇനിയിപ്പോൾ 2026 ഈ നിലക്ക് നിങ്ങൾക്ക് വരുന്നുണ്ടോ? ഇപ്പം എല്ലാം പൊക്കി വന്നു. ഷാഫി ദൈവാന്നുര്യം പറഞ്ഞെന്ന് ചാനൽ പറയുന്നുണ്ട്. ആയിക്കോട്ടെ, നല്ല കാര്യം, ചെറുപ്പക്കാർ നല്ല കാര്യമാണ്, നമുക്ക് കുറ്റമൊന്നുമില്ല, ഒരു ഇത് മാതൃകയാണ്. ശരിക്കും ഒറ്റ പിന്നെ ഒരു ഭയം ഇത്രേ ഉള്ളൂ, അവിടെ ചെന്നിട്ട് ഇന്ത്യൻ പാർലമെൻറ്റ് വേണ്ടി സത്യപ്രതിജ്ഞ ചെയ്തത്, ദൃഢപ്രതിജ്ഞ ചെയ്തത്, അത് യുക്തിവാദികൾ നിരീശ്വരവാദികൾ ചെയ്യുന്നതാണ്, ബാക്കി ആരും ചെയ്യില്ല. അങ്ങനെയുള്ള ഒരാളാണ്
ഇനിയിപ്പോൾ മുഖ്യമന്ത്രി ചാൻസ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരാൾ വന്നെങ്കിൽ ഈ സമുദായത്തെ എന്ത് ഗുണം? ഈശ്വരമായ നിരീക്ഷണ അന്തോണി വന്ന് എത്രയോ വർഷം ഇന്ത്യൻ രാഷ്ട്രീയം കൈകാര്യം ചെയ്ത് എന്തെങ്കിലും ഗുണം അന്തോണി കുടുംബത്തിനോ ഈ നാടിനുണ്ടായിട്ടുണ്ടോ? കോൺഗ്രസ് നശിപ്പിച്ചത് ഈ ശ്രീമാൻ അന്തോണിയാണ്. സോണിയാഗാന്ധി കൂടെ നിന്നുണ്ട്. സോണിയാഗാന്ധിയാണ്, സോണിയയുടെ കുടുംബമാണ്. നല്ല രീതിയിൽ പോയിക്കൊണ്ടല്ലേ കോൺഗ്രസ്. എന്ത് നിങ്ങൾ മനസ്സിലാക്കത്ത്? BJP എടുത്തു നോക്ക്, പാരമ്പര്യമായിട്ട് അവരാരെങ്കിലും വരുന്നുണ്ടോ? ഞാനൊരിക്കലും BJPക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല, BJPക്കാരനല്ല. പക്ഷെ കാര്യങ്ങൾ മനസ്സിലാക്കണ്ടേ? അവരെത്ര പേരുണ്ട് മക്കളും അച്ഛനും മകളുമായിട്ട്? അപൂർവം നിന്നോട്ട് എടുക്കണ്ടായിരിക്കാം. ദേവഗൗഡത്തും BJP അല്ലേ, പാർട്ടിയല്ലേ. പക്ഷെ നിങ്ങൾ കോൺഗ്രസ് ഇവിടെ പാരമ്പര്യമായിട്ട് പോരല്ലേ? എന്ത് ന്യായമാണെന്ന് ഈ ഇതിന് കോൺഗ്രസിന് മുദ്രാവാക്യം വിളിക്കുന്ന ഈ വോട്ടർമാരും പ്രത്യേകിച്ച് കാക്കന്മാരൊക്കെ ചോദിക്കുകയാണ്, നിങ്ങൾ എന്ത് അടിസ്ഥാനം ഈ പാരമ്പര്യമായിട്ട് അച്ഛനും മോനും അമ്മയും മോനും ആങ്ങളെയും പെങ്ങളും വരുന്നത്? എന്ത് ന്യായമാണത്? പക്ഷേ കഴിഞ്ഞുള്ള അറിവില്ലേ? അങ്ങനെ കളിച്ച് കളഞ്ഞല്ലേ. മഹാരാഷ്ട്രയിൽ എന്താ സംഭവിച്ചത്? കഴിഞ്ഞ പ്രാവശ്യം 30 സീറ്റ് കിട്ടിയ മഹാരാഷ്ട്രയിൽ ബാൽവലിലേക്ക് ഇപ്പം 6-1 സീറ്റ് കിട്ടിയത്. അത് തന്നെയല്ല, ഒരു കാര്യം മനസ്സിലാക്കണം, കോൺഗ്രസിൻ്റെ കഴിവേട് പറയാൻ കാരണം ലാലു പ്രസാദ് യാദവ് നയിക്കുന്ന RJD നയിക്കുന്ന ബീഹാറിൽ 100 അസംബ്ലി സീറ്റാണ് കോൺഗ്രസ് ചോദിച്ചത്. ആ മണ്ടനായ ലാലുവിൻ്റെ മകൻ മന്ദബുദ്ധി 100 കൊടുത്തു. കാരണം കോൺഗ്രസ് അല്ലേ, സോണിയാഗാന്ധി, രാഹുലല്ലേ, പ്രിയങ്കയൊക്കെ 100 കൊടുത്തിട്ട് ജയിച്ച് 25 സീറ്റിലാണ്, 4 സീറ്റിലാണ്. 3 ഭാഗം തോറ്റ് നോക്കിയിട്ട് അതൊരു 50 സീറ്റ് ബാക്കി 50 സീറ്റ് ലാലുവിൻ്റെ പാർട്ടി കൊടുത്തിരുന്നെങ്കിൽ ബീഹാർ ഇന്നും ഭരിക്കായിരുന്നു. ചെയ്തോ? അത് ചെയ്യണമെന്ന് ഈ ലാലുവിൻ്റെ മന്ദബുദ്ധി പറഞ്ഞില്ല. ഇപ്പം മഹാരാഷ്ട്രയിൽ എത്ര സീറ്റ് വാങ്ങി? എത്ര ജയിച്ചു? 150 സീറ്റ് 160 സീറ്റ് വാങ്ങിയതുകൊണ്ട് അതിൽ 16 സീറ്റ് ജയിച്ചത് 10%. 90% തോന്നി. ബീഹാറിൽ 4-3 പോയെങ്കിൽ ഇവിടെ 90% പോയി. ഇവിടെ നിങ്ങൾ ഈ ലീഗുകാരുടെ കാലിൻ്റെ ഇടയിൽ നിന്ന് ഭാഗത്ത് തെറ്റിദ്ധരിക്കരുത്. കാരണം അവരുടെ കാൽച്ചുവട്ടിൽ അസാണ് തെറ്റിദ്ധരിക്കുക. ആ കാൽച്ചുവട്ടിൽ വന്ന് നിങ്ങൾ അഭയം പ്രാപിച്ചപ്പോഴേ ഇതെല്ലാം വടക്ക് ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഈ മഹാരാഷ്ട്ര ഇലക്ഷനിൽ BJP കൈകാര്യം ചെയ്തു. മറാഠ രാഷ്ട്രീയമുണ്ട്. അത് പണ്ട് ശിവജിയുടെ ഇതാണല്ലോ, ഹിന്ദുത്വത്തിൻ്റെ കേളികെട്ട സ്ഥലമാണ് മഹാരാഷ്ട്ര. ഒരു ബറോഡ ഗുജറാത്തിലാണ് ഒരു സ്ഥലമുണ്ട്. അവിടെ ഒരു ജാതീയത എന്നുകൊണ്ട് വളരെ മസ്റ്റാണ്. ബോംബെ പാട്ട് ഒരുപക്ഷെ മഹാരാഷ്ട്ര അതൊരു ഇൻ്റർനാഷണൽ അല്ലെ സിറ്റി അല്ലേ, അതൊരു കുഴപ്പമില്ലായിരിക്കും. ബാക്കി എല്ലാ സ്ഥലത്തും ഇപ്പോഴും ജാതീയത കുടിയുത്തുമാണ്. അവിടെ അവർ കളിച്ച കളി എന്നറിയോ? അവിടെ OBC-കാരോട് എല്ലാം പറഞ്ഞ് നിങ്ങൾ സഹകരിച്ച് നിന്നില്ലെങ്കിൽ, നമ്മൾ ഒന്നായി നിന്നില്ലെങ്കിൽ മറാഠ കൊണ്ടുപോകും, നമ്മുടെ കിട്ടുന്ന പെൻഷൻ റിസർവേഷൻ കുറഞ്ഞു പോകുമെന്ന് പറഞ്ഞാൽ വീടാന്നല്ല അവർ ചെയ്യുന്നത്, വ്യക്തി ടു വ്യക്തിയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്തില്ലേ 10% സീറ്റല്ലേ കിട്ടിയത്, 90% കളഞ്ഞല്ലേ. ഈ നിങ്ങൾ ഇനി എവിടുന്ന് രക്ഷപ്പെടുന്നുണ്ട്? ഏത് സ്റ്റേറ്റായി നിങ്ങൾക്കുള്ളത്? അപ്പോൾ ചോദിക്കും ഇവിടെ കിട്ടിയില്ലെന്ന്. ജാർഖണ്ഡ് ബീഹാറിൻ്റെ ഒരു വാലാണ്. അവിടെ പിന്നോക്ക രാഷ്ട്രീയമാണ്, ആദിവാസി രാഷ്ട്രീയമാണ്, ദളിത് രാഷ്ട്രീയമാണ്. അവിടെ BJP പയറ്റി പക്ഷെ വിജയിച്ചില്ല. കാരണം പിന്നോക്ക രാഷ്ട്രീയമാണ്. അതുകൊണ്ട് പിന്നെ കഴിഞ്ഞ ഇലക്ഷനിൽ കോൺഗ്രസ് എന്ത് കടി കാശ്മീരിൽ കിട്ടി? അവിടെ കോൺഗ്രസ് എന്നാ ബന്ധമുള്ളത്? കാശ്മീർ ഫാറൂഖ് അബ്ദുള്ള പാർട്ടിയല്ലേ. ഇവർ പറയുന്ന ഇപ്പം കർണാടകയിലാണ്. അതാ ശിവകുമാറിൻ്റെ ആയിട്ടോടെ. അയാളും മിടുക്കനാ, അയാൾക്ക് രാഷ്ട്രീയം അറിയാം. ഒറ്റ വഴി കോൺഗ്രസ്സിന് ആ അമ്മയും മോനും അതൊക്കെ മാറ്റിവെച്ച്, ആങ്ങളെയും പെങ്ങളൊക്കെ മാറ്റിവെച്ച്, നെഹ്റു കുടുംബമൊക്കെ മാറ്റിവെച്ച് ഇനി രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ, ശിവകുമാറിന് ചാർജ് ഏൽപ്പിക്കുക. നിങ്ങൾക്ക് രാജ്യസ്നേഹമുണ്ട്, കോൺഗ്രസ് നിലനിൽക്കുന്ന ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒറ്റ കാര്യമാണ്. ശിവകുമാറിൻ്റെ ചാർജ് ഏൽപ്പിക്കുക, കാര്യം പറയാം, എന്നിട്ട് നിങ്ങൾ അവർ കൂടെ നിൽക്കുക. അതല്ലാതെ 541 സീറ്റുള്ള ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് ഈ ലീഗിൻ്റെ കാലിനടിയിൽ ഇടയെന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കും, കാലിനടിയിൽ വന്ന് ജയിച്ച് പാർലമെൻറ്റിൽ എത്തേണ്ട ഗതികേട് വെച്ച നിങ്ങളെ സംബന്ധിച്ച് എങ്ങനെ പറയണം? ഇതെന്ത് നിങ്ങൾക്കൊന്നും മനസ്സിലാകാത്തത്? ഞാൻ ഒരു കാര്യം പറയാം, നമ്മുടെ രമ്യ ഹരിദാസിനെ പോലെ ഇപ്പോൾ ഷിഹാസുള്ള എറണാകുളം ജില്ലാ പ്രസിഡന്റ് എൻ്റെ സുഹൃത്താണ്. ഷിഹാസ് BJPക്ക് വേണ്ടിയും ജയശങ്കറിന് വേണ്ടി RSSന് വാദിച്ചു.
നാളെ ഇലക്ഷൻ നിൽക്കട്ടെ, സഖാക്കൾ എന്താ പരസ്യം ചെയ്യാൻ പോകുന്നത്? അതിന് വീഡിയോ എല്ലാം എടുക്കും. ഹരിദാസനും ഷിഹാസിന് ബുദ്ധിയുണ്ടല്ലോ, ചെറുപ്പമല്ലേ, വിദ്യാഭ്യാസമല്ലേ, എന്ന് ശ്രദ്ധിച്ച് കേൾക്കുന്നത്. ഞാൻ നിങ്ങളുടെ ശത്രുവൊന്നുമില്ല. നിങ്ങളെങ്കിലും ജയിച്ചു പറ്റുന്ന ആഗ്രഹം, നിങ്ങൾ പ്രവർത്തിക്കുന്ന ആളാണ്, അല്പം കഴിവുള്ള ആളാണ്, ആത്മാർത്ഥമുള്ള ആളാണ് പാർട്ടിയോട്. രമ്യയുടെ ഫോട്ടും കറിയുടെ ഫോട്ടും വെച്ച് ഇടതുപക്ഷമുള്ളൂ ലക്ഷക്കണക്കിന് കോപ്പിയാണ് വിതരണം ചെയ്തത്. ഈ ലക്ഷക്കണക്കിന് കോപ്പി ഇതെല്ലാം നിങ്ങൾ ആലുവയിൽ ഇറക്കൂലേ? ആലുവയിലാണ് നിങ്ങൾ നോക്കുന്നത്. അൻവർ സാദത്ത് 2 ടേം കഴിഞ്ഞ് അൻവർ സാദത്ത് താല്പര്യമില്ല, പുള്ളി നിൽക്കുന്നില്ല. നിങ്ങൾക്ക് ആകെ ഒരു സീറ്റ് എറണാകുളം ജില്ലയിലുള്ളത് ആലുവയിലാണ്. 2 സീറ്റ് ഉണ്ടായിരുന്നു മുസ്ലിങ്ങൾക്ക് എറണാകുളം ജില്ലയിൽ. അപ്പോൾ അത് പോയി ഒന്നായില്ല. വേറെ എവിടെയെങ്കിലും ഉള്ള എനിക്കറിയില്ല. കളമശ്ശേരിയും പോയി. ആ ഒരു സീറ്റ് ഇത്തവണ കിട്ടുന്നുണ്ടോ? കിട്ടുമായിരിക്കും. കാരണം LDF സ്ഥാനാർത്ഥി മുസ്ലിം ആയതുകൊണ്ട് ചിലപ്പോൾ കിട്ടിയേക്കാം. അപ്പോൾ കളമശ്ശേരി പോയി അഭിചാരി ഇത്തവണ മുസ്ലിം വേണ്ട ആലുവയിൽ തീരുമാനിച്ചാൽ ഷിഹാസ് എവിടെ പോയി? എറണാകുളം ജില്ലയിൽ ഒറ്റ മുസ്ലിം വരുവിനെ. ഇതൊക്കെ ചിന്തിക്കാവുന്ന കാര്യമാണ്. പഴയ കമ്മ്യൂണിസ്റ്റ് അല്ലേ ഇപ്പോൾ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു മാറ്റം വന്നു. അവർക്ക് BJP സഹകരിക്കുന്ന BJP വോട്ടിലൊന്നും യാതൊരു ലജ്ജ അണികൾക്കുമില്ല, നേതാക്കൾക്കുമില്ല. അതെന്തുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ വർഷം കാര്യകാരണ സഹിതം പറഞ്ഞു. ഞാൻ ഈ 4 കോൺഗ്രസിൽ പഞ്ചായത്ത് മെമ്പറാൻ നിൽക്കുന്ന ആളല്ലെന്നേ. അതുപോലെ എവിടെയെങ്കിലും ഇലക്ട്രിക് പോസ്റ്റ് കണക്ഷൻ കൊടുത്ത് 10 പൈസ വാങ്ങിക്കുന്നതല്ല, അല്ലെങ്കിൽ റേഷൻ കാർഡ് വാങ്ങിച്ചല്ല. എൻ്റെ പ്രവർത്തനം അന്തർദേശീയമാണ്. അത് വളരെ ദീർഘമായിട്ടാണ്. ലോക ജനതയ്ക്ക് വേണ്ടിയാണ്, ഇന്ത്യൻ ജനതയ്ക്കും നാട്ടുകാർക്കും വേണ്ടിയാണ്. കേവലം റേഷൻ കാർഡ് ഒരു ടെലിഫോൺ ഇലക്ട്രിക് പോസ്റ്റ് ഇടുന്നവനെയല്ല. ഷിഹാസ് നിങ്ങളൊക്കെ അതൊക്കെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ആ വാർഡിൽ നിന്ന് ആലോചിക്കുന്ന MLA ആകണം, അത് നിങ്ങൾക്കുള്ളൂ. ബാക്കി സമുദായത്തിൽ ആർക്ക് വേണമെന്ന് നിങ്ങൾക്കുമില്ല, ഈ പറഞ്ഞ ഇതാൾക്കുമില്ല. അതൊക്കെയാണ് ഇപ്പോൾ ദയവായിട്ട് പറയുന്ന ഷാഫിക്കില്ല. ഷാഫിയുടെ സ്ഥാനത്ത് മാറിയിട്ട് വന്ന ആർക്കാ പിന്നെ ഷാഫി കൊടുത്തതിൽ എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ജനസംഖ്യാനുപാതി നോക്കുമ്പോൾ ഒരു ഷാഫി അവിടെ മാറിയപ്പോൾ നേരെ ഇട്ട് വേറെ ആൾ കൊടുത്തു. അപ്പോൾ എണ്ണാൽ നോക്കുന്നത് പ്രാസൊപ്പിച്ചു. എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ കോൺഗ്രസ് വരില്ലാൻ തുടങ്ങിയല്ലോ? എളുപ്പത്തിൽ ക്രിയ ചെയ്യാണ്. എളുപ്പ വഴിയിൽ ക്രിയ ചെയ്യാത്ത ക്ലോസ് ആണ്. അതെന്താണ്? അതാണ് വയനാട്ടിൽ നിന്ന് മത്സരിച്ചത്. ബുദ്ധിയുടെ ഒരു അംശവും രാഷ്ട്ര താല്പര്യമോ രാഷ്ട്ര മീമാംസകനായിരുന്നെങ്കിൽ, ഒരു മനഃശാസ്ത്ര ചിന്തയുണ്ടായിരുന്നെങ്കിൽ, ഒരു ഫിലോസഫി ചിന്തയുണ്ടായിരുന്നെങ്കിൽ, ഒരു ശാസ്ത്രജ്ഞനായിരുന്നെങ്കിൽ കോൺഗ്രസ് ഒരിക്കലും പ്രിയങ്ക ഗാന്ധിയെ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ വയനാട് നിർത്തൂല. അതിന് പറയുന്ന ഭാഷയാണ് എളുപ്പ വഴിയിൽ ക്രിയ ചെയ്യാന്ന് പറഞ്ഞത്. എളുപ്പ വഴിയിൽ ക്രിയ ചെയ്താൽ പാർലമെന്റിലെത്താം. അതുകൊണ്ട് കാര്യമുണ്ടോ? 541 272 സീറ്റ് കിട്ടണ്ടേ? എന്തേ നിങ്ങൾക്കിത് മനസ്സിലാകാത്തത്? ഈ പടവൃദ്ധൻ പറഞ്ഞു തരണം. വേറെ പറയാൻ നിങ്ങൾക്ക് പറയാൻ ആരുമില്ലേ കോൺഗ്രസ്സിൽ? നിങ്ങൾ ആൾക്കൂട്ടം നടത്തിയല്ലോ. രാഹുൽ ഗാന്ധി പ്രിയങ്ക ആൾക്കൂട്ടം നടത്തി വോട്ട് കിട്ടി. 9 സീറ്റ് UP മത്സരിച്ച് ഒരു സീറ്റിൽ നിങ്ങൾക്ക് മത്സരിക്കാൻ പാടില്ലായിരുന്നു. പേരിനെങ്കിലും നിങ്ങൾ ഔട്ടായിക്കല്ലേ, കംപ്ലീറ്റ് ഔട്ടായില്ലേ? എന്നിട്ട് അയാളിപ്പോൾ തെറ്റാൻ നിൽക്കുകയാണ്. ഇപ്പോൾ ശിവസേന, ഇപ്പോൾ ഇന്ത്യ മുന്നണി ശിവസേന മറ്റൊക്കെ ആയിട്ട് പിരിയാൻ പോകണം തെറ്റി. ഈ ശരത് പവാറിന് ഒരു ആത്മാർത്ഥതയില്ല. ശരത് പവാറിനൊക്കെ ഇപ്പോഴും റിലയൻസിന് വേണ്ടിയും അദാനിക്ക് വേണ്ടിയൊക്കെയാണ് ഉള്ളാലുള്ളത്. പഞ്ചാര ലോബിയാണ് അവരൊക്കെ മഹാരാഷ്ട്രയിൽ. കുത്തകകളാണ്, കുത്തകകൾ. ഏത് കാര്യത്തിലുള്ളത്? അങ്ങനെ ശരത് പവാറിനൊക്കെ രാജശ്രീയോ അല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ആ കോൺഗ്രസ് സോണിയാഗാന്ധി തെറ്റിയപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കി അവിടെ നിൽക്കട്ടല്ലേ. അപ്പോൾ എടുത്തിറങ്ങി പോയില്ല അവർ. അപ്പോൾ കോൺഗ്രസ് നിലനിൽക്കുന്ന വലിയ ആഗ്രഹം അവർക്കുണ്ടോ? അപ്പോൾ ആരും വന്ന് കോൺഗ്രസ് വരാൻ പോകുന്നു. അതായത് വെള്ളം ഒഴിച്ച് തീർന്നതിന് ശേഷം അണ കെട്ടിയിട്ട് കാര്യമില്ല സാർ. വെള്ളം ഒഴുകി തീർന്നിട്ട് കെട്ടാൻ പോകണം ഇപ്പോൾ ശരത് പവാർ. എല്ലാം പോയി BJPയിലേക്ക് 90% സീറ്റും കെട്ടി ഭരണം ഏൽപ്പിച്ചിട്ട് ഇനി അണ കെട്ടാൻ പോകണം. അപ്പോൾ വെള്ളമുണ്ടപ്പോൾ അണ മാറ്റിയിട്ടാരുള്ള. അപ്പോൾ പണ്ടേ നിങ്ങൾ രാജിവെച്ചാൽ അപ്പോൾ ആ കോൺഗ്രസിൽ ചേർന്ന് അല്ലെങ്കിൽ സോണിയാഗാന്ധിയെ കൂടെ നിന്ന് അതിന് നേതൃത്വം കൈവച്ച് നിങ്ങൾക്ക് പ്രധാനമന്ത്രി ആകാമായിരുന്നല്ലോ. പടച്ചവരെ എന്ന് പറഞ്ഞാൽ ദൈവമേ ഈശ്വര, അങ്ങനത്തെ അവസ്ഥ അത് വരില്ല. എനിക്കൊക്കെ വരാവുന്നതാണ്. പ്രഥമ ദൃഷ്ടി തന്നെ താങ്കളുടെ ആ ഒരു പേഴ്സണാലിറ്റി ഇല്ലേ, താങ്കളുടെ കുറ്റമല്ല അത്. അങ്ങനെയൊക്കെ ദൈവം എന്ന് കൽപ്പന വന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ മാറി നിൽക്കണം. അത് രാഷ്ട്രീയത്തിൽ പറഞ്ഞുള്ളതാണ്. നമ്മുടെ പണ്ടാളില്ല, നമ്മുടെ പോയി മത്സരിച്ച നാള് പാവണ ആള് 7000 രൂപ വാടക കൊടുക്കാൻ പറ്റാതെ ഞാൻ എൻ്റെ വീട്ടിൽ ഒറ്റക്ക് താമസിക്കുന്ന പറഞ്ഞാൽ അതൊന്നും കഴിവല്ല. ഇതൊന്നും മത്സരിച്ചില്ല. 25 വർഷം മുമ്പ് ഒന്ന് ജയിച്ചുകൊണ്ട് CPIയുടെ നമ്മുടെ താടിയുള്ളാലേ അതേതാ മുടിയൊക്കെ വെട്ടി മര്യാദക്ക് മനുഷ്യൻ്റെ കൂട്ടി നിന്നെന്താ ആ നീടിയും വെച്ച് മത്സരിക്കാൻ പോയി. എന്നിട്ട് കിട്ടി എത്ര 3-4 ആയില്ലേ? കാലം അത് നമ്മൾ മാറണം. നമുക്കൊരു ആരോഗ്യസ്ഥിതി മോശമായാൽ, ശാരീരിക രൂപം അത് അഭംഗി വന്നാൽ ദൈവം, ഞാൻ എൻ്റെ കാര്യം പറയണം, ഞാനിപ്പോൾ ഞാനാണെങ്കിലും അങ്ങനെ വരരുത് പ്രാർത്ഥിക്കണം. വന്നാലൊന്നും ചെയ്യാൻ പറ്റുമോ?
നമ്മൾക്ക് മാറി നിൽക്കണം, എന്നിട്ട് കഴിവുള്ളവരെ ഏൽപ്പിച്ച് നമ്മൾ സ്വസ്ഥമായിട്ടുള്ള ജീവിതം നയിക്കണം. ഇത് മഹാരാഷ്ട്ര കളഞ്ഞ് ഇനി ഏത് കാലത്താണ്? പിന്നെ വേറൊരു കാര്യം, ഈ വെള്ളം ഒഴിയതിന് ശേഷമാണ് അണുകെട്ടി പറമ്പിലുണ്ട്. ഇപ്പം പറയുന്നറിയോ, EVM തട്ടിപ്പാന്ന്. എത്ര കാലമായിട്ട് ഇവിടെ ഇന്ത്യയിലെ ബുദ്ധിജീവികളും പത്രക്കാരൊക്കെ പറഞ്ഞ് EVMൽ സംശയമുണ്ട്, വിശ്വസിക്കാൻ പറ്റില്ല എന്ന് ലോകം തന്നെ പറഞ്ഞു കഴിഞ്ഞു. അമേരിക്കയിൽ ജപ്പാനിലൊന്നുമില്ല. എന്നിട്ട് നിങ്ങൾ പരസ്യമായിട്ട് അതിനെതിര് പറഞ്ഞോ? കർണാടക ജയിച്ചോടെ പിന്നെ മിണ്ടിയില്ല. ഓക്കെ. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ജാർഖണ്ഡിലല്ല, ഹരിയാന തോറ്റെങ്കിലും മറ്റു കാശ്മീരിൽ ജയിച്ചു. അപ്പോൾ എന്താ കുഴപ്പമില്ല. ഇപ്പോൾ ജാർഖണ്ഡ് ജയിച്ചു, മഹാരാഷ്ട്ര തോറ്റു. അപ്പോൾ അതേ വിഷയം കേടാണ്. എന്താ കാണത്ത്? 5-6 ലക്ഷം വോട്ട് കൂടിയേക്കാണ്. ഇലക്ഷൻ കമ്മീഷൻ പബ്ലിഷ് എന്നിട്ട് അപേക്ഷിച്ചിട്ട് രണ്ടാമത് എണ്ണി 3 ദിവസം 4 ദിവസം കഴിഞ്ഞ് എണ്ണിപ്പോൾ 6 ലക്ഷത്തോളം വോട്ട് കൂടുതൽ. അതൊക്കെ ഞാനത് നിങ്ങളോട് ഉദാഹരണം പറയാറുണ്ട്. ആലുവയിൽ മക്കാറുള്ള ഫാമിലി വരും, വലിയ പണക്കാരാ. ആദ്യം ഒരു വളരെ താഴെ കിടന്നാണ് ഉപ്പച്ചോടൊക്കെ ആയിട്ട് മോശമായത്, വളരെ ദരിദ്രം, അതിന് പണമൊക്കെ ആയി. അപ്പോൾ ആലുവ മാർക്കറ്റിൽ ഒക്കെ വരുന്നില്ല, അവിടെ അച്ചായന്മാരും മീൻ കച്ചവടക്കാരൊക്കെ അങ്ങനെയുള്ളവരൊക്കെ ചിലപ്പോൾ തർക്കം ഉണ്ടാകും. അപ്പോൾ പിന്നെ എന്താ പറഞ്ഞോ, തല്ല് കൊണ്ടുവരും വരരുത്, തല്ല് കൊടുത്ത് നിങ്ങൾ വന്നു ഞങ്ങൾ നോക്കിക്കളാന്ന് പറയും. തല്ല് കൊണ്ടുവരും വാദിക്കുന്ന ആണക്കേടത്. അതുപോലെയാണ് ഇലക്ഷൻ തോറ്റിയപ്പോൾ നിങ്ങൾ മെഷീൻ കുറ്റം പറയാം. എന്ത് ന്യായമാണ് നേതാക്കളെ? നിങ്ങൾക്ക് എങ്ങനെയാണ് ദേശീയ നേതാക്കളെ പറയാൻ പറ്റുന്നത്? അത് ഡൗട്ട് ഉണ്ടെന്ന് ഇവിടെ എല്ലാവർക്കും ലോകം മുഴുവൻ പറഞ്ഞു. ഇലക്ഷൻ വോട്ട് അത്ര 100% ക്ലിയർ അല്ല, അതിൽ തെറ്റ് സംഭവിക്കാം, ചരിത്രമുണ്ട്. അതിനെതിരെ ഇലക്ഷൻ മുമ്പല്ലേ സമരം ചെയ്യേണ്ടത്? ആ ചീഫ് ജസ്റ്റിസ്, റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ ലക്ഷക്കണക്കിന് ആൾക്കാർ ഡൽഹിയിൽ സമരം നടത്തി. തിരിഞ്ഞു നോക്കില്ല ഈ രാഹുൽ ഗാന്ധി, ഈ പ്രിയങ്ക, സോണിയ. കയ്യെ കാലം പിടിച്ചു, അതേ നിങ്ങൾ പങ്കെടുക്കുക, എന്നിട്ട് വിജയിപ്പിക്കൂ, നമുക്കിനി മിഷൻ വേണ്ട. ബാലറ്റ് പേപ്പർ തട്ടിപ്പെടുത്താമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതിപ്പോൾ പറയുന്നില്ല. എങ്കിലും ഒരു പരിധി വരെ നോക്കാം, ആകട്ടെ. അന്നൊന്നും വിടില്ല. അപ്പോൾ ഈ ഇലക്ഷൻ കഴിഞ്ഞ ശേഷം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ബുദ്ധിയുള്ളവരെ ചിന്തിക്കുക, മനഃശാസ്ത്രജ്ഞരെ ചിന്തിക്കുക. ഉള്ളുകൊണ്ട് നിങ്ങൾക്ക് ഭരണിക്കുന്ന ആഗ്രഹമില്ല, നിങ്ങൾക്ക് ഇങ്ങനെ നിന്ന് ജയിച്ചു പാർലമെന്റിൽ ഇരുന്ന് സൂഹിക്കണം എന്നല്ലാതെ രാജ്യത്തോട് പ്രത്യേക താല്പര്യമില്ല എന്ന് ആരും ചിന്തിച്ച് കുറ്റം പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? ആർക്കാണ് ഇന്ത്യ മുന്നണി വർക്ക് ചെയ്തത്? BJP വേണ്ടി എന്തായാലും സംശയം പറഞ്ഞാൽ ആ സംശയം വരുന്ന വോട്ടർമാരെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? അല്ലേ ലക്ഷങ്ങൾ കാണിക്കുന്നത്? അല്ലെങ്കിൽ 540 സീറ്റുള്ളവർക്ക് വയനാട് നിർത്താൻ ഈ ഗാർഗയും ഗൂർഗയൊക്കെ പറയുമോ? ഞാൻ വളരെ ശക്തമായിട്ട് പറയാണ്, പെണങ്ങി പറയണമെന്നറിയോ? മത്ത കണ്ട് സങ്കടമുണ്ട് കാണിക്കുന്നത്. 2025 സെപ്റ്റംബർ പറ്റോ? ഇനി എത്രയുണ്ട്? 5-8 മാസമുള്ളൂ. ഇന്ത്യയിൽ എന്ത് സംഭവിക്കും? അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ രാഹുലിന് എന്ത് ചെയ്യാൻ പറ്റും? പ്രിയങ്കയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? കഴിഞ്ഞില്ലേ? ഇപ്പോൾ എല്ലാം ഇപ്പോൾ രാജ്യസഭയിൽ വരുമ്പോൾ കൂടാണ്. രാജ്യത്തിലിപ്പോൾ ഈ സ്റ്റേറ്റിലൊക്കെ വരുമ്പോൾ പിന്നെ സ്വന്തമായിട്ട് BJPക്കായി, പാർലമെൻറ്റിലായി. ഏത് നിയമം അവർക്ക് പാസ്സാക്കാൻ പാടില്ലേ? അത് നിങ്ങൾ കൂട്ടുന്നു വേണ്ടേ ചിന്തിക്കാൻ? നിങ്ങളെ കോൺഗ്രസിലെ സവർണ വിഭാഗം അത് കൂട്ടുന്നു. രാഹുലെ ഒരു കാര്യം പറയാം. ഇപ്പം നിങ്ങൾ ജാതി സെൻസിറ്റീവ് ഇത് പറഞ്ഞല്ലോ, അത് നിങ്ങൾ ഭരണമുള്ള സമയത്ത് പറഞ്ഞെങ്കിൽ ആ ഭരണം അന്ന് തന്നെ പോയേനെ. ഉദാഹരണം പറയാം, VP സിംഗ് ആണ് എൻ്റെ നേതാവാണ്. എങ്കിലും VP സിംഗ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് ഞാൻ നടപ്പിലാക്കുമെന്ന് മദ്രാസ് എയർപോർട്ട് വെച്ച്, ചെന്നൈ എയർപോർട്ട് വെച്ച് പറഞ്ഞു. അത് പറയാൻ കാരണം എന്നറിയോ? കാൻഷാമിൻ്റെ കൂടെ, ഞാൻ കാൻഷാമിനെ പിടിച്ച് പ്രവർത്തിച്ചാൽ പറഞ്ഞു, കാൻഷാമിൻ്റെ കൂടെ ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. ഇതെന്താണ് ഈ ആൾക്കൂട്ടം എന്ന് എന്നോട് സ്പെഷ്യൽ ബ്രാഞ്ചോട് ചോദിച്ചു. പ്രധാനമന്ത്രിയല്ലേ? അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ ഒരു മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടും ഉണ്ട്, അതാണ് അവർ കൂടിയെന്ന്. അപ്പോൾ പുള്ളി ഒന്നും പഠിക്കാതെ ഒറ്റ പ്രസ്താവനയാണ്, ഞാൻ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുന്നു ചെന്നൈ എയർപോർട്ടിൽ വെച്ച്. ഇത് കേട്ടോളില്ല. സവർണ സമ്മതിക്കുമോ? മാസങ്ങൾക്കുള്ളിൽ ആ മന്ത്രിസഭ പോയി. ഒരു ഭരണം കോൺഗ്രസ് ഉണ്ടായിരുന്നെങ്കിൽ രാഹുൽ ആ പ്രഖ്യാപനം ഉണ്ടല്ലോ, ഭരണം പോയത്. ഭരണം ഇല്ലാത്തതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതൊക്കെ പറയുമ്പോൾ നമ്മൾ 1000 വെട്ട ആൾ പഠിക്കണ്ടേ? എന്താണ് ജാതി സവർണം, എന്താണ് ഇന്ത്യയിലെ സാമൂഹ്യ രീതി, എന്താണ് ഇന്ത്യയിലെ സാമുദായിക ഘടന. 6008 ജാതി ഉപജാതിയുള്ള ഇന്ത്യയിൽ നിങ്ങൾ പ്രസ്താവന തീർക്കാവുന്ന കാര്യമാണോ? 15% സവർണർ മൊത്തത്തിലും ഫാസിസ്റ്റുകൾ മുഴുവനും കൂടി ചിന്തിക്കുന്നുള്ളൂ എങ്ങനെ ഇവിടെ ഏകാധിപത്യം അല്ലെങ്കിൽ ഫാസിസം കൊണ്ടുവിടാന്നുള്ള. അത് ഏതൊരു സവർണനാണെങ്കിലും അവന് അതിന് ഉള്ളാൽ അനുകൂലം നിൽക്കും. കാരണം അവർ നിലനിൽപ്പിൻ്റെ പ്രശ്നമായതുകൊണ്ടാണ്.
അങ്ങനെ വരുമ്പോൾ അതൊക്കെ പുറത്ത് പറയുമ്പോൾ നൂറിട്ട് ആലോചിക്കണ്ടേ അതിൻ്റെ ഭവിഷ്യത്ത്, സൈഡ് എഫക്റ്റ്, പാർശ്വഫലങ്ങൾ. ഇതൊന്നും ഇല്ലാതെ ആരോ പറഞ്ഞു കൊടുത്ത ഒറ്റ പ്രസ്താവന, ഞാൻ അങ്ങോട്ട് ജാതി സംവാദം നടപ്പാക്കുമെന്ന്. കഴിഞ്ഞ ഭരണവും പോയി, ഇത് മഹാരാഷ്ട്രയും പോയി, ഈ കേരളവും പോവാണ്. എവിടെ കിട്ടുന്നതാണ് തന്നെ പറയുമ്പോൾ കുറച്ച് സങ്കടമുണ്ട്. നിങ്ങൾക്കൊക്കെ തിന്ന് സൂഹിക്കാനും ജീവിക്കാനും ആസ്വദിക്കാനും ഭരണകക്ഷി അല്ലെങ്കിൽ പ്രതിപക്ഷത്തിലേക്ക് ആനുകൂല്യം പറ്റി ജീവിക്കാനും ഒരു കുഴപ്പമില്ല. കോടികൾ സമ്പാദിച്ച് നിങ്ങൾക്ക് കുഴപ്പമില്ല. ഇവിടെ അത്തായിപ്പട്ടിണിയായ ജനകോടികൾ ഇന്ത്യയിൽ ജനകോടികൾ. അത് പിന്നോക്കത്തിൽ ന്യൂനപക്ഷം അധികവും. മുന്നോക്ക വിഭാഗത്തിലുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. എങ്കിൽ അത് ഭാഗ്യമായിട്ട് കുറവുള്ളൂ. ബാക്കി കൂടുതൽ അവർക്ക് നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? അവർ നിങ്ങൾ മനസ്സിൽ കണ്ടിരുന്നെങ്കിൽ നിങ്ങൾ ഒരിക്കലും ആ വയനാട്ടിലൊന്നും മത്സരിക്കില്ല. ഞാൻ കോതമംഗലത്ത് പോകുന്നതൊക്കെ എൻ്റെ അടുത്തൊരു അച്ചായനിരുന്ന്, പുള്ളി ഇവിടെ കണ്ട് അലയിൽ വന്നാണ്. സംഭാഷണത്തിൽ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതെന്താണ് സാർ ഈ കോൺഗ്രസ് നേതാക്കൾക്ക് മനസ്സിലാക്കാത്തത്? നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ ഇത് ശരിയാണല്ലോ. അത് 541 സീറ്റുണ്ട്. അതിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയാക്കാൻ ആഗ്രഹിക്കുന്ന, ഇന്ത്യൻ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ഏറ്റവും വലിയ കോൺഗ്രസ് രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസിൻ്റെ ഒരു നേതാവ്, ഒരു പാർലമെൻറ്റ് എത്തിയെങ്കിൽ ഈ മുസ്ലിം ലീഗിൻ്റെ കാലിൻ്റെ അടിയിൽ വന്ന്, അടിയിൽ വന്ന് ജയിക്കണമെന്ന് പറഞ്ഞാൽ അത്രയും ഒരു നാണം കെട്ട പണി. പാർട്ടിയെ വിറ്റ് കളഞ്ഞില്ലേ? രേഖകൾ തെളിയിക്കലേ നിങ്ങൾ. ഇനി ഞങ്ങൾക്കിനി രക്ഷയില്ല, വടക്കേരിയില്ല, അതുകൊണ്ട് ഇവിടെ വേണം നിങ്ങൾ രേഖ തെളിയിച്ചു. അത് പാവം രാഹുൽ ഒരാഴ്ച സമ്മതിക്കായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം അവസാനം നിൽക്കുകളിലെ സമ്മതിച്ചു. അതാരാണ്? അമേരിക്കൻ ചാരസംഘടന CIA ഇസ്രായേൽ കൂടി പറഞ്ഞു കൊടുത്താണ് ഇങ്ങനെ സംഗതിയുണ്ട്, അവിടെ മതേരിയയിൽ ഒരല്പം ക്ഷീണം പറ്റുന്നതൊക്കെ. അതുകൊണ്ട് ഇവിടെ BJPക്ക് ഇപ്പം പാലക്കാട് തോറ്റു പോട്ടെ, എങ്കിലും വളരാൻ പറ്റി. വടക്ക് ഇന്ത്യയിലെന്നറിയോ, ഇതങ്ങോട്ട് പ്രചരണം നടത്താൻ പറ്റി. വീട് വ്യക്തിയാണ്. കഴിഞ്ഞ 100 സീറ്റ് കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസ് പോയി ഒറ്റക്കാരുടെ വയനാട്ടിൽ വന്ന് രാഹുൽ മത്സരിച്ചവരില്ല. മനസ്സിലാകുന്നില്ലല്ലോ. ഇത്തവണ അത് തന്നെ അറുമതിക്കായിരുന്നു. സന്തോഷം കൊണ്ട് തുള്ളിച്ചായിരുന്നു കേരളത്തിൽ കോൺഗ്രസ്. കേരളം മാത്രമാണെങ്കിൽ ഓക്കെ, ഒരു സംശയമില്ല. എൻ്റെ തെറ്റിദ്ധരിക്കോ എന്നോട് വിഷമിയാക്കിയാൽ നിർത്താൻ പോണേ. കേരളമാണ് ഇന്ത്യ എങ്കിൽ ഒരു കുഴപ്പമില്ല. ഇനി പാർലമെൻറ്റിലെ MP ആയിട്ട് എത്തിയാൽ മതിയെങ്കിൽ കുഴപ്പമില്ല. ഇത് രണ്ടുമില്ല ഇന്ത്യ. കേരളത്തേക്കാൾ വലുതായിട്ട് 10-30 സ്റ്റേറ്റുകളുണ്ട്. 30 ഉദ്ദേശം പറഞ്ഞാൽ അത്ര ഉണ്ട്. അതുപോലെ 540 സീറ്റുകളിൽ ഭരണക്ക് 272 വേണം. അങ്ങനെ കിട്ടുന്നിടത്ത് ഈ വയനാട്ടിൽ വന്ന് മുസ്ലിം ലീഗിൻ്റെ കുത്തികളുടെ സ്ഥലത്ത് വന്ന് നിങ്ങൾ ജയിച്ച് പാർലമെൻറ്റിൽ എത്തിയപ്പോൾ തീർന്നല്ലോ നിങ്ങളുടെ കത്തിക്കൽ. മത്താപ്പ് കത്തിച്ചില്ലേ? അവർക്ക് മനസ്സിലാകുന്നില്ലല്ലോ. നമ്മളെന്തിനിങ്ങനെ പട്ടി പോലെ കുരക്കണത്? നീ പട്ടി കുറച്ച ബാഗ് കൊടുക്കുമോ? പക്ഷേ എങ്കിലും മനസ്സിൻ്റെ വിഷമോട് പറഞ്ഞു പോവാണ്. കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ പാർട്ടിയുടെ ഇന്ത്യയിൽ പോക്ക് വളരെ അപകടത്തിലേക്കാണ്, വളരെ ആപത്തിലേക്കാണ്. നീ നിലക്ക് പോയാൽ നിങ്ങൾക്കൊന്നും ഇന്ത്യൻ ഭരണം അധികാരം പിടിച്ചെടുക്കാൻ പറ്റില്ലത് മാത്രമല്ല അതിനടുത്തൂലെത്താൻ പറ്റാതെ. ഇപ്പോൾ മഹാരാഷ്ട്ര 10% സീറ്റ് തുടങ്ങുമ്പോൾ പ്രതിപക്ഷ സ്ഥാനം പോയില്ലേ? ഇനി ചെയ്യാവുന്ന ഇനിയെങ്കിലും നിങ്ങൾ എത്രയും പെട്ടെന്ന് ശിവകുമാറിനെ പറഞ്ഞ് അദ്ദേഹത്തെ നേതൃത്വത്തിൽ നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് ഒരു പിടിച്ചാൽ ഒരു പരിധി വരെയും ഭാവിക്ക് പ്രതീക്ഷയുണ്ട്. അല്ല, ശശി തരൂരിനെ വെച്ചു. ശശി തരൂർ ഇപ്പോൾ കാണുന്നില്ല. ഇപ്പോൾ കുറച്ച് മാസമായിട്ട് പുള്ളി കേൾക്കുന്നില്ലല്ലോ. എവിടെ പോയി പുള്ളി? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മഹാരാഷ്ട്ര ഇലക്ഷൻ നടക്കല്ലേ? ശശി തരൂർ വലിയ ദേശീയ നേതാവല്ലേ? ഒരക്ഷരം വേണ്ടതിൽ ഒരു പുസ്തകങ്ങളും കാണുന്നില്ല. ആൾ ജീവിച്ചിട്ടുണ്ടോ അറിയണില്ല. അവരൊക്കെ നമ്മുടേത്. രമേശ് വിട്ടല്ലോ മഹാരാഷ്ട്രയിലേക്ക്. മറ്റിടത്തേക്ക് പിന്നെ വേണുഗോപാൽ വിട്ടല്ലോ. ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റി? അവർക്കൊന്നും ചെയ്യാനില്ലെന്തേ? അവിടെ ദയവ് ചെയ്ത് എന്നോട് ദേഷ്യം തോന്നിയിട്ട് എന്നെ തല്ലിക്കൊന്നൊരു കാര്യമില്ല. കോൺഗ്രസ് നിലനിൽക്കേണ്ടത് രാജ്യത്തിന് ആവശ്യമാണ്. അത് ചെയ്തില്ലെങ്കിൽ മതേതര മൂല്യം നഷ്ടപ്പെടുന്നത് മാത്രമല്ല, ഇന്ത്യ രാജ്യം തന്നെ നാശത്തിലേക്ക് പോകും. വഴക്കും വക്കാടും ലഹളയായിട്ട് പോകും. ആഭ്യന്തര കലാപം വരും. നാട് നശിക്കും. അത് നശിക്കാതിരിക്കണമെങ്കിൽ കോൺഗ്രസ് സജ്ജമാണ്. അതിനിപ്പോൾ ശിവകുമാർ സാധ്യതപ്പെട്ട് മുന്നോട്ട് പോകണമെന്ന് വിനീതമായ അഭ്യർത്ഥനയുണ്ട്. ഞാൻ എൻ്റെ വാക്ക് നിർത്താൻ നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.